നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്ന് പൊന്തി വന്ന മധുരമുള്ള ചില പ്രാർത്ഥനകളുണ്ട്. ഒരെണ്ണം വെച്ച നിങ്ങൾ പറഞ്ഞു തരാം. അമ്മ ത്രേസ്യ പറയാണ്, ഈശോയെ ശ്രദ്ധിച്ചോ, നിന്റെ സ്വന്തമാകാനുള്ള എന്റെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തണമേ. അതാണ് ഒരു പ്രാർത്ഥന. നിഷ്കളങ്കമാണ്, മധുരമാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ ആരാണെങ്കിലും വീണുപോകും, ഇല്ലേ? നിന്റെ സ്വന്തമാകാനുള്ള എന്റെ ആഗ്രഹത്തെ എഴുതി വെക്കാൻ പേപ്പറില്ലാത്ത ഒരു മൊബൈൽ റെക്കോർഡ് ചെയ്ത് വെച്ചു. നിന്റെ സ്വന്തമാകാനുള്ള എന്റെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തണമേ. എന്നിട്ട് അമ്മ ത്രേസ്യ വീണ്ടും പ്രാർത്ഥിച്ചു, എന്റെ ജീവിതത്തിന്റെ ഓരോ ദിനത്തിലും ഓരോ നിമിഷത്തിലും നിന്റെ ഇഷ്ടം മാത്രം നിറവേറ്റാൻ എനിക്ക് ശക്തി തരണമേ. നിഷ്കളങ്കമായി മധുരമായി സംസാരിക്കാം. ഹല്ലേലൂയ. അല്ലെങ്കിൽ അമ്മ ത്രേസ്യ പറയാണ്, ഈശോയെ എന്റെ ഹൃദയം നിനക്ക്, നിന്റെ ഹൃദയം എനിക്ക്. ഇല്ല, ഇത് നമുക്കറിയാവുന്ന കാര്യം. കളങ്കമായി മധുരമായി സംസാരിക്കുക. ആരോട്? ഈശോയോട്. അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. കൊച്ചു ത്രേസ്യയുടെ ഒരു പ്രാർത്ഥന ഇങ്ങനെയുണ്ട്, നിഷ്കളങ്കമായ മധുരമായ പ്രാർത്ഥന. ഈശോയെ നിന്നെ ഡിസ്പ്ലീസ് ചെയ്യാനുള്ള, നിനക്ക് ദുഃഖം തരാനുള്ള എന്റെ ഫ്രീഡം. നമുക്ക് ഒരു ഫ്രീഡം ഉണ്ട്. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ട്. ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ട്, ഇല്ലേ? അതായത് പാപം ചെയ്യാൻ നമുക്ക് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ കൊച്ചു ത്രേസ്യ ഈശോയോട് പറയാണ്, ഈശോയെ നിനക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാനുള്ള എന്റെ സ്വാതന്ത്ര്യം അങ്ങ് എടുത്തു മാറ്റണമേ. അതുകൊണ്ട് എനിക്കിനി നിനക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട. നിഷ്കളങ്കമായി മധുരമായി സംസാരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ വിശുദ്ധ അഗസ്തീനോസ് ഈശോയോട് പറയാണ്, ദൈവമേ നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ, നിന്നിൽ ലയിച്ചു ചേരുന്നത് വരെ എന്റെ ഹൃദയം അസ്വസ്ഥമാണ്. എനിക്ക് ഈ ഭൂമിയിൽ എന്ത് കിട്ടിയാലും കാര്യമില്ല, നിന്നിൽ ലയിച്ചു ചേരുന്നത് വരെ എന്റെ ഹൃദയം അസ്വസ്ഥമാണ്. ഇതാണ് നിഷ്കളങ്കവും മധുരവുമായ ഈശോയോടുള്ള പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. കൂടുതലുണ്ട്. ഓരോ വിശുദ്ധന്റെയും ജീവിതം, ഫ്രാൻസിസ് അസീസിയുടെയും വിശുദ്ധ അന്തോണീസിന്റെയും ഒക്കെ ജീവിതം നിങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ ഇതുപോലെ നിഷ്കളങ്കമായ മധുരമുള്ള പ്രാർത്ഥനകള്